ചാനൽ ജേനാസ് വ്ലോഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പീച്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടുത്തെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. സ്ഥാപിത ലക്ഷ്യം എന്ന് പറയുന്നത് വനവും വന്യജീവികളുമായി ബന്ധപ്പെട്ട ഗവേഷണവും വികസനവുമാണ്. ഇപ്പോൾ നമ്മൾ സന്ദർശിക്കാൻ പോകുന്നത് കേരപ്പാറയുടെ സോയിൽ മ്യൂസിയമാണ്. അപ്പോൾ നമുക്കതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഇപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വെച്ചാൽ കേരപ്പാറയുടെ സോയിൽ മ്യൂസിയമാണിത്. അപ്പോൾ ഈ സോയിൽ മ്യൂസിയത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മളിവിടെ പ്രധാനമായിട്ട് കേരപ്പാറയിൽ വനഗവേഷണം ആയതുകൊണ്ട് നമ്മളിവിടെ വനത്തിലെ മണ്ണുകളെ കുറിച്ചുള്ള സ്റ്റഡിയാണ് സോയിൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ വേറെയും സോയിൽ മ്യൂസിയംസ് ഉണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് പാറാട്ടുകുളത്തൊരു മ്യൂസിയം ഉണ്ട്. അത് വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് മ്യൂസിയം. പിന്നെ അതല്ലാതെ വെള്ളാരി കാർഷിക കോളേജിലെ മ്യൂസിയം ഉണ്ട്. അപ്പോൾ ഈ മ്യൂസിയത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ഫോറസ്റ്റ് സോയിൽസിനെ മാത്രമാണ് ഡീൽ ചെയ്യുന്നത്. അങ്ങനെ കാട്ടിലെ മണ്ണുകൾക്ക് വേണ്ടി മാത്രം ഒരു മ്യൂസിയം വരുന്നത് ഫസ്റ്റ് ടൈമാണ്. ഇപ്പോൾ നമ്മൾ സോയിൽ മ്യൂസിയം കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ വളരെ വിശാലവും വളരെ മനോഹരവും ആയിട്ടുള്ള ക്യാമ്പസാണ് കേരപ്പാറയുടേത്. ഇപ്പോൾ ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്, നല്ല തണുപ്പൊക്കെയാണ്, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ നിൽക്കുന്നത് കേരപ്പാറയുടെ പ്രധാനപ്പെട്ട കോൺഫറൻസ് ഹാളിലാണ്. ഇവിടെ വെച്ചാണ് പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ സെമിനാറുകളും സെമ്പോസിയങ്ങളും നടക്കുന്നത്. ഇപ്പോൾ നിൽക്കുന്നത് കേരപ്പാറയുടെ വൈൽഡ് ലൈഫ് മ്യൂസിയത്തിലാണ്. ഇവിടെ നമുക്ക് കാണാവുന്നത് നമ്മുടെ കേരളത്തിലെ വനങ്ങളിലുള്ള ജീവികളുടെ അന്വേഷണങ്ങളും അവരുടെ സ്റ്റഫ് ചെയ്ത രൂപങ്ങളുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കേരപ്പാറയിലെ സന്ദർശനം കഴിഞ്ഞിട്ട് അതിന് തൊട്ടടുത്തുള്ള പീച്ചി ഡാമിലേക്ക് സന്ദർശിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഡാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എൻ്റെ ഫ്രണ്ട് അനഘ ചേച്ചിയും കൂടെ ഉണ്ട്. ഇപ്പോൾ ഡാമിലേക്ക് നമുക്ക് പോകാം. ഇത് ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ പാണഞ്ചേരി പഞ്ചായത്തിലാണ്. കുരുവന്നൂർ പുഴയുടെ പോഷക നദിയായ മണലിപ്പുഴയുടെ കുറുകെയാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ജലസേചനം, ശുദ്ധജല വിതരണം എന്നീ ആവശ്യങ്ങളെ മുൻനിർത്തി ജലസേചന വകുപ്പിന്റെ കീഴിൽ 1947 നിർമ്മാണം തുടങ്ങി 1958 പൂർത്തിയാക്കിയ ഡാമാണിത്. ഇതിനോടനുബന്ധിച്ച് KCBയുടെ 1.25 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള ഒരു പവർ സ്റ്റേഷനും പ്രവർത്തിക്കുന്നു. കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ ജലസേചന പദ്ധതികൾ ഒന്നാണ് പീച്ചി ഡാം. കൊച്ചി രാജ്യത്തിലെ പ്രധാനമന്ത്രിയായിരുന്ന ഇക്കണ്ട വാര്യറാണ് കോൺക്രീറ്റ് ഗ്രാവിറ്റി അണക്കെട്ടായ പീച്ചി വിഭാവനം ചെയ്തത്. ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.